ഇന്നത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ അന്നത്തെ CPM-ന്റെ നേതാക്കൾ കാത്തിരുന്നത് RSSകാർ ഇരുട്ടത്ത് കൊണ്ടുവന്നിരുന്ന കുരുക്ഷേത്ര എന്ന പുസ്തകം വായിക്കാനാണ്. AKGയുടെ പാർലമെന്റിലെ പ്രസംഗം ഇവർ കണ്ടത് കുരുക്ഷേത്രയുടെ പ്രസ്സിൽ നിന്നിറങ്ങിയ പ്രിന്റിൽ കൂടെയാണ്. ചരിത്രത്തിൽ RSS ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ജനങ്ങൾക്കറിയാം. ഈ RSS വിഷയത്തിൽ ചൊല്ലി തെരഞ്ഞെടുപ്പുകൾ അതിന്റെ ഭാഷ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പുതുതായ കാര്യമൊന്നുമല്ല. ഞാനിപ്പോൾ 2015 അരുവിക്കര തെരഞ്ഞെടുപ്പ് നേരത്തെ ഈ ചർച്ചയിൽ ഉന്നയിച്ചിരുന്നു. 2015 അരുവിക്കര തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുന്നു. ഈ 2015 ഒരു പ്രത്യേകത, 2015 മോദി സർക്കാരിന്റെ ഒന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ വർഷം. അന്ന് ഈ ദേശീയ തലത്തിൽ നയൻതാര സൈഹാളിനെ പോലെയുള്ള സാഹിത്യകാരന്മാരൊക്കെ അവരുടെ പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുക്കുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭം ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലും മറ്റ് സർവകലാശാലകളിലും ഉണ്ടാവുന്നു. കേരളത്തിൽ ബീഫ് ഫെസ്റ്റിവലുകൾ വരുന്നു. DYFIയുടെ നേതൃത്വത്തിൽ ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നു. RSS വിരോധം ഒരു പ്രധാനപ്പെട്ട വിഷയമായി വരുന്നു. ആ വർഷം അവസാനം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പിന്നെ 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF ജയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അന്ന് ആ ജയത്തെ അവലോകനം ചെയ്തുകൊണ്ട് വന്ന വിശകലനങ്ങളിലൊക്കെ ഈ 2015 ഘട്ടത്തിലെ കടുത്ത RSS വിരുദ്ധ നിലപാട് അവർക്ക് ഗുണകരമായിട്ടുണ്ട് എന്നൊരു നിരീക്ഷണമൊക്കെ പല മാധ്യമ പ്രവർത്തകരും വിലയിരുത്തലുകാരും ഒക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് RSS വിരുദ്ധതയുടെ ചാമ്പ്യൻഷിപ്പ് ആർക്ക് എന്നതിനുള്ള മത്സരമായിരിക്കില്ലേ? അഭിലാഷ് ഇപ്പോൾ പറഞ്ഞ് നിർത്തിയതിന് ഞാനൊരു ഉത്തരം പറയാം. എന്നിട്ട് എനിക്കും ചരിത്രം പറയാനുള്ളൊരു അവകാശം ഉണ്ട്, അത് അങ്ങ് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വലൻ്റ് റിയാക്ഷൻ എന്ന് ഒരു സയൻസും ഉണ്ടല്ലോ. ശാസ്ത്രം പഠിക്കുന്ന എൻ്റെ അടുത്ത സഹപാനലിസ്റ്റ് രണ്ടുപേരും അതും വിശ്വസിക്കുന്നതായിരിക്കുന്നു. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് RSS വിരോധം പറഞ്ഞു പരത്തുമ്പോൾ അതിന് എതിരായൊരു ഒരു തരംഗവും ഉണ്ടാവും എന്നും കൂടി അവർ മനസ്സിലാക്കുക, വിശ്വസിക്കുക. അത്തരം ചരിത്രം മാത്രമല്ല, ഈ RSS വിരോധം പറഞ്ഞ് ഇവർക്ക് എത്രത്തോളം പോകാൻ പറ്റും. നേരിട്ട് മത്സരിക്കാത്ത BJP വിരോധം പോലും പറയാൻ പറ്റുന്നില്ല. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ സഹ പാനലിസ്റ്റ് വായിക്കുന്നത് മുഴുവൻ LK അദ്വാനിയുടെ മൈ കൺട്രി മൈ ലൈഫ് എന്നുള്ള പുസ്തകവും PP മുന്തൻ്റെ എല്ലാ KG മാരാരുടെ ജീവചരിത്രമൊക്കെയാണ്. അല്ല, വായിക്കുന്ന ഒരു പുസ്തകത്തിൽ പറഞ്ഞ പേര് പറഞ്ഞു. ഏതായാലും വായിക്കുന്നു ആ പുസ്തകങ്ങൾ. വായിച്ച് എൻ്റെ പോസ്റ്റ് പോകുമെന്ന് എനിക്കിപ്പോൾ പേടി. ഇവർ രണ്ടുപേരും BJPയുടെയും RSSന്റെയും പുസ്തകമൊക്കെ വായിച്ച് അങ്ങ് തിരുത്തിയില്ല. അത് ചെറിയ തെറ്റൊക്കെ അങ്ങനെയൊക്കെ പറ്റും. പക്ഷെ ജയിക്കാൻ നന്നായി എൻ്റെയും ഇടപെടരുത് കേട്ടോ. അങ്ങനെ ജയിക്ക് നല്ലോണം വായിക്കുന്നുണ്ട്, നല്ല കാര്യം, അതൊക്കെ വായിക്കട്ടെ, സന്തോഷം. പക്ഷേ എനിക്ക് സംശയമുള്ളത് ഇവരിപ്പോൾ ഇത് മാത്രമേ വായിക്കുന്നുള്ളൂ. അത് ഇപ്പോൾ രണ്ടുപേരും ഒരാൾ വായിക്കേണ്ടത് ഇപ്പോൾ മഹാത്മാഗാന്ധിജിയുടെ കത്തുകളെങ്കിലും വായിക്കണം, പുസ്തകങ്ങൾ വായിക്കണം, ഹരിജൻ എഴുതിയ പുസ്തകങ്ങൾ അത് വായിക്കണം. ഈ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചൊക്കെ ഇത്ര നന്നായി പ്രസംഗിക്കുമ്പോൾ 1944 ജൂൺ 11 അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി PC ജോഷിക്ക് ഗാന്ധി എഴുതിയ കത്തുകളുണ്ട്. ആ കത്തുകളിൽ ഒരെണ്ണത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഒളിഞ്ഞിരുന്ന സമരഭടന്മാരെ പിടിച്ചു കൊടുക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നു എന്ന് നിരന്തരം എനിക്ക് ആരോപണം വരുന്നു. അതിനെക്കുറിച്ച് PC ജോഷിയുടെ അഭിപ്രായം എന്താണ് എന്ന് മഹാത്മാഗാന്ധി ചോദിക്കുന്നുണ്ട്. വടിയും ലാത്തിയും ഉപയോഗിച്ച് ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകരെ തല്ലുന്നു കമ്മ്യൂണിസ്റ്റുകാർ, മത്സ്യവും മാംസവും തിന്നുവാൻ, അഹിംസ കളയുവാൻ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് ദീർഘമായ ഒരു ആരോപണം PC ജോഷിക്ക് എഴുതുന്നുണ്ട്. PC ജോഷി മറുപടി എഴുതുന്നില്ല. അത്തരത്തിലുള്ള കാര്യവുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് 1975-77 കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭാഗം CPI, അന്ന് ലിജുവിൻ്റെ കൂടെ ആയിരുന്നല്ലോ, അവരും ചെയ്തിരുന്നത്. അവരും നിരന്തരമായി ഇത് തന്നെ ചെയ്തിരുന്നു. അന്ന് ഒരു കാര്യം കൂടെ പറയാം. ഇന്നത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ അന്നത്തെ CPM-ന്റെ നേതാക്കൾ കാത്തിരുന്നത് RSSകാർ ഇരുട്ടത്ത് കൊണ്ടുവന്നിരുന്ന കുരുക്ഷേത്ര എന്ന പുസ്തകം വായിക്കാനാണ്. ദേശാഭിമാനിൽ ഒരു ലേഖനം കാണിച്ചു തരാമോ അറസ്റ്റ് ചെയ്യുന്നുള്ളത്? AKGയുടെ പാർലമെന്റിലെ പ്രസംഗം ഇവർ കണ്ടത് കുരുക്ഷേത്രയുടെ പ്രസ്സിൽ നിന്നിറങ്ങിയ പ്രിന്റിൽ കൂടെയാണ്. അന്ന് അടികൊള്ളുവാനും ഇത് പുറത്തിറക്കുവാനും RSSകാരെ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ അറസ്റ്റ് ചെയ്ത ആൾക്കാരുടെ എണ്ണം നോക്ക്. ഇന്ന് നമുക്ക് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ പ്രവർത്തകർ. എത്ര ക്രൂരമായിട്ടാണ് BJP RSS നേതാക്കളെ, പ്രവർത്തകരെ മർദ്ദിച്ചത്. കണക്കെടുത്ത് നോക്ക്. ഇന്ത്യ മുഴുവൻ ലക്ഷക്കണക്കിന് ആൾക്കാർ അറസ്റ്റ് ചെയ്തതിൽ 90% RSSന്റെ പ്രവർത്തകരായിരുന്നു. എത്ര സ്ത്രീകൾ, സീതാലക്ഷ്മി എന്നുള്ള സ്ത്രീ അടികൊണ്ട് അറസ്റ്റ് ചെയ്ത് അവരെ പുറത്ത് വിട്ടിട്ട് അവരോട് പറഞ്ഞത് ഇനി സമരത്തിന് വരണമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം
അറസ്റ്റ് പോയി സമരം ഭരിച്ച സ്ത്രീ നേതാക്കൾ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ RSS ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾക്കറിയാം. നിങ്ങളുടെ ചരിത്രവും ഒരുപക്ഷെ 75-ലൊക്കെ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ചൊക്കെ RSSൻ്റെയും കുരുക്ഷേത്രയുടെയും ഇന്ന് പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ അതിലുള്ള ഓരോരുത്തരുടെയും പേരുകൾ AKG സെൻറ്ററിലും വെക്കേണ്ട പേരുകളാണ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഞാൻ നിലമ്പൂരിൻ്റെ കാര്യം പറയാം. നിലമ്പൂരിൽ ഏതായാലും ഞങ്ങൾക്ക് വോട്ട് കുറവാണെന്നാണ് ഇപ്പോൾ അഭിലാഷും പറഞ്ഞു വന്നത്. ഒരൊറ്റ മിനിറ്റ് എനിക്ക് വേണ്ടത്ര സമയം കിട്ടിയിട്ടില്ല. ഏതായാലും LDFനും UDFനും എതിരായി 28,000 വോട്ട് അവിടെ ഉണ്ടല്ലോ. ഇത്രയേറെ ഇവർ പ്രവർത്തിച്ചിട്ടും അവിടെ LDFനും UDFനും കൊടുക്കാതെ 28,000 വോട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 30,000 വോട്ട് ഞങ്ങൾക്ക് യാതൊരു സ്വാധീനമില്ലാത്ത സ്ഥലത്തുണ്ടെങ്കിൽ ഒരു സംശയമില്ല ഈ ചൂണ്ടുപലക കാണിക്കുന്നത് ഇവർക്കെതിരെ ശക്തമായ ഒരു ജനവികാരമുണ്ട്. ഇത് ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെയും PDPയുടെയും ബന്ധം തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള നഗരങ്ങളിൽ, ഗ്രാമങ്ങളിലും, പഞ്ചായത്തുകളിലും, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും എങ്ങനെ വരുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ ഒരു സംശയവും വേണ്ട. അതിനത്ര വലിയ ബുദ്ധിയും വേണ്ട. ഒരു രാഷ്ട്രീയ ചൂണ്ടുപലകയാണ്. BJPക്ക് അനുകൂലം കുറെ കാര്യങ്ങൾ ഇടപെടാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ചർച്ച നിങ്ങൾ മൂന്നുപേരുടെയും ഭാഗം പറയട്ടെ എന്നുള്ള നിലയിൽ ഞാൻ വിടുകയാണ്.